നെല്ലിമറ്റം ടൗണിൽ മൂന്നിടത്ത് മോഷണം. നെല്ലിമറ്റം ടൗണിലെ വ്യാപാര സ്ഥാപനത്തിലും കോളനിപ്പടിയിലുള്ള മറ്റ് 2 സ്ഥാപനങ്ങളിലുമാണ് ഇന്ന് പുലർച്ചെയോടെ മോഷണം നടന്നത്. സംഭവത്തിൽ പണവും സാധന സാമഗ്രികളും നഷ്ടപ്പെട്ടതായി വ്യാപാരികൾ അറിയിച്ചു. ദേശീയ പാതയോട് ചേർന്നുള്ള വ്യാപാര സ്ഥാപനങ്ങളായിരുന്നിട്ടും മോഷണ ശ്രമം നടന്നതിൽ ഇവിടുത്തെ വ്യാപാരികൾ ആശങ്ക പ്രകടിപ്പിച്ചു. നെല്ലിമറ്റം ടൗണിലും സമീപത്തുള്ള കോളനിപ്പടിയിലുമായി 3 കടകളിലാണ് മോഷണം നടന്നത്. എം ഇബ്രാഹിമിന്റെ ഉടമസ്ഥതയിലുള്ള മണലുമറയിൽ സ്റ്റോഴ്സ്, ബിനോയിയുടെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കട, അജാസിന്റെ ഉടമസ്ഥതയിലുള്ള ചായക്കട എന്നിവിടങ്ങളിൽ നിന്നാണ് മോഷണം നടന്നത്. 3 നിന്നുമായി 5000 രൂപയിലേറെ നഷ്ടപ്പെട്ടിട്ടുള്ളതായി വ്യാപാരികൾ പറയുന്നു. സിഗരറ്റും മറ്റു ചില വസ്തുക്കളും നഷ്ടമായിട്ടുണ്ട്. തെരുവ് വിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും പ്രവർത്തിക്കാത്തതും അതുപോലെ തന്നെ പോലീസ് പട്രോളിംഗ് ഇല്ലാത്തതുമാണ് ഇതിന് പ്രധാന കാരണമായി വ്യാപാരികൾ പറയുന്നത്. ഇന്നലെ രാത്രി നെല്ലിമറ്റം ടൗണിലും അതിൻ്റെ പരിസരത്തുമായിട്ട് 3 കടകളിൽ മോഷണ ശ്രമം നടന്നു. ഇതിനു മുമ്പും പല പ്രാവശ്യവും നെല്ലിമറ്റത്ത് മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കടയിൽ നിന്ന് കാര്യമായിട്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ആണ് അറിയുന്നത്. മേശയിലിരുന്ന പൈസ മുഴുവൻ പോയിട്ടുണ്ട്. തുക എത്രയാണെന്ന് കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. സാധനങ്ങൾ എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അത് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓട് പൊളിച്ചാണ് കള്ളനകത്ത് കയറിയിട്ടുള്ളത്. നെല്ലിമറ്റം ടൗണിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതായിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി. ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഉള്ളത് കേടായിട്ട് ഏകദേശം 9 വർഷത്തോളമായിട്ടുണ്ട്. ഇതുവരെ അത് നന്നാക്കാനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പോലീസിൻ്റെ പട്രോളിംഗ് കുറേ കൂടി ഊർജിതമാക്കേണ്ടതുണ്ട്. എല്ലാ കാലത്തും ആവശ്യപ്പെടുന്ന ഒന്നാണ് സ്ട്രീറ്റ് ലൈറ്റ്. ആ സ്ട്രീറ്റ് ലൈറ്റ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും മെയിൻ്റനൻസ് ചെയ്യാറില്ല, നന്നാക്കാറില്ല. ഹൈമാസ്റ്റ് ലൈറ്റ് ഇല്ല. മാത്രമല്ല ഇനി കറണ്ടില്ല. നെല്ലിമറ്റം ടൗണിൽ ഒരു ദിവസത്തിൽ 2-3 മണിക്കൂറേ കറണ്ടുള്ളൂ. ബാക്കി ഒരു സമയത്ത് നെല്ലിമറ്റം ടൗണിൽ കറണ്ടില്ല. അതുപോലെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നെല്ലിമറ്റം ടൗണിൽ നടത്തിയിട്ടില്ല. കാരണം എല്ലാ പഞ്ചായത്തുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്താറുണ്ട്. മരുന്നടിക്കൽ, കാട് വെട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം ഈ ടൗണിൻ്റെ അവസ്ഥ. കാട് പിടിച്ച് മുടിഞ്ഞ് കിടക്കുകയാണ്. ഒരു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോ കാട് വെട്ടലോ കാര്യങ്ങളോ ഒന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെയുള്ള സിറ്റി മെഡിക്കൽസിൽ മോഷണം നടന്നത്. ദേശീയപാതയുടെ അരികത്തായിരുന്നിട്ടും ഒറ്റ രാത്രി കൊണ്ട് 3 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടന്നതിൽ വ്യാപാരികൾ ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.